ഒരു വലിയ ഞെട്ടലോടെയായിരുന്നു അന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. മുംബൈയിലെ തിരക്കേറിയ ആ ജീവിതത്തിൽ എപ്പോഴും അമൽ കാണുന്ന ഒരു പ്രത്യേകതരം സ്വപ്നമുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും ചില സ്വപ്നങ്ങളൊക്കെ കാണുന്നവരാണ്. എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മളെ തന്നെ കൺഫ്യൂഷനിലാക്കും. പരസ്പരം ബന്ധമില്ലാത്ത ഒരു തരം പ്രത്യേക സ്വപ്നങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് അമൽ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ ഉറക്കത്തിൽ ഇന്നും വരുന്ന ചില കാഴ്ചകളുണ്ട്. അമൽ എപ്പോഴെങ്കിലും ദീർഘമായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അമൽ കാണുന്നത് ഒരു കാട് മൂടിയ ഒരു തേയിലക്കാടിനുള്ളിൽ ഒരു വലിയ ബംഗ്ലാവ്. ആ ബംഗ്ലാവിനടുത്തെ ഒരു കിണർ, അവിടെ കുറേ മനുഷ്യർ കൂടി നിൽക്കുന്നു. എന്നാൽ അമൽ അതിനകത്ത് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ കുഴിച്ചെടുക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ഒരു വിചിത്രമായിട്ടുള്ള സ്വപ്നം. എന്നാൽ മുംബൈയിൽ താമസിക്കുന്ന അമല് എങ്ങനെയാണ് ഒരു തേയിലക്കാട് അല്ലെങ്കിൽ ഒരു മലനിര പ്രദേശം സ്വപ്നം കാണുന്നത് എന്നൊക്കെയായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഉടനെ വൈകാതെ തന്നെ അമലിന് കമ്പനിയിൽ നിന്നും ഒരു കേരളത്തിലേക്ക് ഒരു യാത്രയ്ക്ക് പോവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു ബോണസ് ട്രിപ്പ് ആയിരുന്നു. അദ്ദേഹം ജോലിയിൽ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള മലനിരയിലേക്ക്, അവിടുത്തെ ഒരു 4 കെട്ട് തറവാട്ടിൽ താമസിക്കാനായിട്ടുള്ള കമ്പനി ഒരുക്കി കൊടുത്ത ഒരു അവസരം. എന്നാൽ അമല് ആ അവസരം ലഭിച്ച സമയത്തൊന്നും അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാലും എപ്പോഴെങ്കിലും അവൻ കണ്ണടയ്ക്കുന്ന സമയത്ത് അവൻ്റെ ഉൾമനസ്സിൽ അവൻ കാണുന്ന ഈ വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങൾ അമലിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അമല് ഈ ഒരു കാര്യം തൻ്റെ വൈഫായിട്ടുള്ള പ്രിയയോട് ഷെയർ ചെയ്ത സമയത്ത് പ്രിയ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പ്രിയ ഒരു നോർത്ത് ഇന്ത്യൻ യുവതി ആയതുകൊണ്ട് അവൾ ഒരിക്കൽ പോലും കേരളം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം പ്രിയയുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ 2 പേരുമായിട്ട് കേരളത്തിലേക്ക് യാത്ര ആരംഭിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ആയിരുന്നു അവർ കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ അമലും പ്രിയയും അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആത്മാവ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന സത്യം മാത്രം അമലിന് അറിയുകയേ ഉണ്ടായിരുന്നില്ല. ഇത് അല്പം വിചിത്രമായിട്ടുള്ള കഥയാണ്. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മുംബൈയിൽ നിന്നും വിമാനമാർഗം അവർ കേരളത്തിലെത്തി. കേരളത്തിൽ നിന്നും അവരെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ടൂർ പാക്കേജിംഗ് കമ്പനി അവിടെ എയർപോർട്ടിന് മുന്നിൽ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം പ്രിയ ആയിരുന്നു ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വന്നത്. അവൾ അവിടെ വന്ന സമയത്ത് ഒരു കയ്യിലൊരു ബാനറൊക്കെ പിടിച്ച് പ്രിയ ആൻഡ് അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് പോലെ ഒരു ബോർഡ് പിടിച്ചിട്ട് ഒരാൾ അവിടെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രിയ അദ്ദേഹത്തിനടുത്ത് ഓടിച്ചെന്നിട്ട് അവരോട് ഞങ്ങളാണ് പ്രിയയും അമലും എന്ന് പരിചയപ്പെടുത്തി. ഉടനെ തന്നെ അവരുടെ ലഗേജൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് അവർ ഈ പറഞ്ഞ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് ദൂരമുണ്ടായിരുന്നു എറണാകുളത്ത് നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഈ പറയുന്ന സ്ഥലത്തേക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് മലനിരകളും അതുപോലെ കുന്നിൻ ചെരുവുകളുമുള്ള ഈ സ്ഥലം കാണാൻ തന്നെ അതിമനോഹരമായിരുന്നു. അങ്ങനെ അവർ 2 പേരും അവിടെ എത്തി. അവിടെ എത്തുന്ന സമയത്ത് ഈ ഗൈഡായിട്ടുള്ള അദ്ദേഹം അവരെ അവിടെ ആക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഒരു സ്ഥലം ഇദ്ദേഹമാണ് നോക്കി നടത്തുന്നത്. ഇനിയുള്ള എന്ത് സഹായം വേണമെങ്കിലും ഇദ്ദേഹം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഗൈഡ് അവരെ അവിടെ ആക്കിയതിനു ശേഷം അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്തു. അതിനടുത്ത് തന്നെ അവർ ഒരു വണ്ടിയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ഇവിടുത്തെ വണ്ടിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിച്ച് പുറത്തൊക്കെ പോകാവുന്നതും ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും അവിടെ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് വീടിനുള്ളിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്താണ് പ്രിയ ആ കാഴ്ച കാണുന്നത്. അവർ നിൽക്കുന്നത് തന്നെ ഒരു വലിയ തോട്ടത്തിന് നടുവിലെ ഒരു 4 കെട്ടിലാണ്. അതിഭയാനകമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു വീട്. കണ്ടാൽ തന്നെ ഒന്ന് ഭയം തോന്നുന്ന തരത്തിലുള്ള ഒരു 4 കെട്ട്. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല പ്രിയയെയും അമലിനെയും കണ്ണിലുടക്കിയത്.
കുറച്ച് അകലെ ഒരു തേയിലത്തോട്ടത്തിന് നടുവിലെ ഒരു പാഴടഞ്ഞ ഒരു 2 നില ബംഗ്ലാവ്. അത് ഈ 4 കെട്ടിനേക്കാളും 2 ഇരട്ടി വലുപ്പമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരോ പണിതതാണെന്ന് പ്രിയയ്ക്കും അമലിനും വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം അതിന്റെ ഗേറ്റിൽ അത് പണിത വർഷം ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടയുടനെ തന്നെ അമലിനോട് പ്രിയ ചോദിച്ചു, ഇങ്ങനെയൊരു ബംഗ്ലാവ് എങ്ങനെയാണ് ഇത്രയും കാലം ഇത് പാഴടഞ്ഞു കിടക്കുന്നത് എന്ന് ഹിന്ദിയിലാണ് പ്രിയ ചോദിച്ചത്. എന്നാൽ അമൽ ഉടൻ തന്നെ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു. എന്നാൽ ഇത് ചോദിച്ച ഉടനെ തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ ഇവരോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തിരക്കരുത്. ആ ബംഗ്ലാവും ആ സ്ഥലങ്ങളും ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതാണ്. നിങ്ങളിവിടെ താമസിച്ച് പോവാൻ വന്നവരല്ലേ. നിങ്ങളിവിടെ താമസിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കരുത് എന്നൊരു വാണിംഗ് പോലെയായിരുന്നു ആ വൃദ്ധൻ അമലിനോടും പ്രിയയുടെ നേർക്ക് പറഞ്ഞത്. പ്രിയയ്ക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. കാരണം അമൽ ഒരു മലയാളിയായിരുന്നു. അവരുടെ പ്രണയ വിവാഹവുമായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ മലയാളം പ്രിയയ്ക്ക് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഈ ഒരു മറുപടി കേട്ട പ്രിയയും അമലും മൊത്തത്തിലൊന്ന് കൺഫ്യൂസ്ഡായി. എന്നാൽ അന്നവർ വളരെ ടയേർഡായിരുന്നു. അതുകൊണ്ട് അന്ന് അവർക്ക് നേരത്തെ തന്നെ ഡിന്നറൊക്കെ കൊടുത്തിട്ട് അവർ 2 പേരും ഉറങ്ങാനായിട്ട് പോയി. ആ വൃദ്ധനായ മനുഷ്യൻ ആ വീടിന്റെ വാതിൽ പുറമേ നിന്നും ലോക്ക് ചെയ്തിട്ട് അവിടെ മുറ്റത്തുണ്ടായിരുന്ന മറ്റൊരു ഒരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെയുള്ള ഒരു വീട്ടിലേക്ക് കിടക്കാനായിട്ട് പോയി. എന്നാൽ അന്നത്തെ രാത്രി 2 പേരും നല്ല ടയേർഡായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിയുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ നിൽക്കാതെയുള്ള കരച്ചിൽ അവിടെ അവർ 2 പേരും കേൾക്കുന്നത്. ഒരു വല്ലാത്ത കരച്ചിൽ. എന്നാൽ അതൊരു വലിയ കുട്ടിയായിരുന്നില്ല. ആ കരച്ചിൽ ഒരു ചെറിയ കുട്ടിയുടേതായിരുന്നു. ഏകദേശം 1-2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെത്. എന്നാൽ അത് നിൽക്കാതെയാണ് കരയുന്നത്. തൊട്ടടുത്ത് വീടുകളോ ഒന്നും തന്നെയില്ല ആ ബംഗ്ലാവ് അല്ലാതെ. അതുകൊണ്ട് പ്രിയ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അങ്ങോട്ടേക്ക് ആ ജനവാതിലിനടുത്തേക്ക് നോക്കി. എന്നാൽ ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് ശബ്ദം വരുന്നത്. അതും ഒരു നവജാത ശിശുവിന്റെ നിർത്താതെയുള്ള കരച്ചിൽ. ഈ ഒരു കരച്ചിൽ കേട്ടതോടെ തന്നെ പെട്ടെന്ന് പ്രിയ അവിടെ നിന്നും കട്ടിലേക്ക് വന്നിട്ട് അമലിനെ ഉറക്കെ വിളിച്ചു. അമൽ, എഴുന്നേൽക്ക് അമൽ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഉറക്കപ്പിച്ചിൽ നിന്ന് എണീറ്റ അമൽ പറഞ്ഞു, എന്താണ് പ്രിയ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന്. ആ സമയത്താണ് പെട്ടെന്ന് പ്രിയ പറയുന്നത്, അമൽ ഒന്ന് സൂക്ഷിച്ച് കേട്ടു നോക്ക്, ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നില്ലേ എന്ന്. ആ സമയത്ത് അമൽ പറഞ്ഞു, എനിക്ക് ഒരു കുഞ്ഞും കരയുന്ന ശബ്ദം കേൾക്കുന്നില്ല, നീ ചെന്ന് കിടക്ക് എന്ന്. എന്നാൽ പെട്ടെന്നാണ് ആ കുഞ്ഞിന്റെ ആർത്ത് നിലവിളിക്കുന്ന ശബ്ദം 2 പേരുടെയും ചെവിയിലേക്ക് ഇരമ്പി വരാൻ തുടങ്ങിയത്. ആ സമയത്ത് അമൽ പറഞ്ഞു, ഇവിടെ നിന്നാണ് ഈ കുഞ്ഞ് കരയുന്നത് എന്ന്. ഉടനെ തന്നെ അമലും പ്രിയയും 2 പേരും കൂടെ ആ വീടിന്റെ അവർ താമസിക്കുന്ന റൂമിന്റെ ഒരു ചില്ലിട്ട ജനവാതിലേക്ക് അരികിലേക്ക് എത്തി. അവിടെ നിന്ന് അവർ ആ ബംഗ്ലാവിലേക്കാണ് അവരുടെ കാഴ്ച നേരെ പോയത്. ആ സമയത്ത് അവർ ആ ബംഗ്ലാവിന്റെ 2ാം നിലയിൽ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു മുറിയിൽ ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. എന്നാൽ അത് ആളൊഴിഞ്ഞ ബംഗ്ലാവ് ആണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അവിടെ മഞ്ഞ വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റിന്റെ വെളിച്ചം കാണുന്നത് എന്ന് അമൽ പ്രിയയോട് ചോദിച്ചു. എന്നാൽ ഉടനെ തന്നെ വീശിയ ഒരു വലിയ ഇടിമിന്നലോട് കൂടിയിട്ട് ആ ജനവാതിലിനരികിൽ ഒരു അമ്മയും കുഞ്ഞും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ അത് ജനവാതിലിന് അപ്പുറത്ത് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ നിഴൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ താരാട്ട് പാടുന്നത് പോലെ ഒരു രൂപം. എന്നാൽ പെട്ടെന്ന് അവർ ഒന്നുകൂടി ജനവാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ അവിടെ കണ്ടിരുന്ന ആ മഞ്ഞ വെളിച്ചം മാത്രം അപ്രത്യക്ഷമായിരുന്നില്ല. ആ മഞ്ഞ വെളിച്ചം അവർ നോക്കി നിൽക്കുകയാണ് പതിയെ അണഞ്ഞത്. എന്നാൽ അതിനുശേഷവും അന്ന് രാത്രി അവർ 2 പേരും ഒരുപാട് നേരം അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ആ ബംഗ്ലാവിൽ ആരും താമസിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ആരാണ്? ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കൊടുവിൽ അവർ 2 പേരും എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ നേരത്തെ ഉണർന്ന പ്രിയ അമലിനെ ഉണർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ കണ്ട കാഴ്ചകളെ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കാമെന്ന് പറഞ്ഞു പ്രിയയും അമലും താഴേക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്ന സമയത്ത് ആ വൃദ്ധനോട് അമലും പ്രിയയും കണ്ട കാഴ്ച ചോദിച്ചു. ആ സമയത്ത് ആ വൃദ്ധൻ ഒരു മറുപടിയും പറഞ്ഞില്ല.
അദ്ദേഹം ആ ഒരു കാര്യം കേട്ടതുപോലും ഇല്ലാത്ത രീതിയിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്നും വളരെ വേഗത്തിൽ നടന്നു. പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് ആ വൃദ്ധനെ നോക്കുന്ന സമയത്ത് അവിടെ ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അമൽ പറയുന്നത്, ശരി, നമുക്ക് എന്തായാലും കാറെടുത്ത് ഒന്ന് പുറത്തൊക്കെ പോയി വരാം. പുറത്ത് എവിടെയെങ്കിലും ഈ ഭാഗത്ത് പല കടകളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബംഗ്ലാവിനെ കുറിച്ച് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അന്ന് കാർ എടുത്തിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. എന്നാൽ അവർ സ്ഥലം കാണാനൊന്നും ആയിരുന്നില്ല പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അവർക്ക് പ്രധാനമായിട്ടും ഈ ബംഗ്ലാവിൻ്റെ കഥകൾ അറിയണം. കാരണം അമൽ നേരത്തെ കണ്ട സ്വപ്നത്തിലെ ഒരു ബംഗ്ലാവായിട്ട് അമലിന് എവിടേക്കോ രൂപസാദൃശ്യമുള്ളതായിട്ട് അമലിന് ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സ്വപ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അമൽ പ്രിയയോട് ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും വ്യക്തമാകാതെ പ്രിയയോട് ഒന്നും പറയാനാകില്ല എന്നും അമൽ മനസ്സിൽ വിചാരിച്ചിരുന്നു. എന്നത് മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് അമൽ ഈ കാര്യങ്ങളൊക്കെ പ്രിയയോട് പറയുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുന്ന സമയവും പ്രിയ വല്ലാതെ പേടിക്കും. അതുകൊണ്ട് ഒന്ന് ജോലിയിൽ നിന്ന് റിലാക്സ് ആകാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മൊത്തത്തിൽ പേടിച്ചിട്ട് തിരികെ പോകണ്ടല്ലോ എന്നും അമലും കരുതി. അങ്ങനെ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയിലെത്തി. ഏകദേശം ആ ഭാഗത്തെ ഒരു ഗോപാലേട്ടൻ്റെ ചായക്കട എന്ന പേരിലാണ് ആ ചായക്കട അറിയുന്നത്. ആ പ്രദേശത്തെ ഹൃദയഭാഗം. എല്ലാ ഗോസിപ്പുകളും അല്ലെങ്കിൽ എല്ലാ പ്രധാന വാർത്തകളും അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതും അവിടെ വെച്ചാണ് അവസാനിക്കുന്നതും. എന്നാൽ ആ സമയത്ത് അമൽ ആ ചായക്കടയിൽ ഇരിക്കുന്ന കുറച്ചു പേരോട് ആ ബംഗ്ലാവിനെ കുറിച്ച് ചോദിച്ചു. എന്നാൽ അന്ന് ആ വൃദ്ധൻ അവരോട് പെരുമാറിയത് പോലെ തന്നെയായിരുന്നു അവരുടെ ഉത്തരവും. നിങ്ങൾ പുറമെ നിന്ന് താമസിക്കാനായിട്ട് വന്നതല്ലേ, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാനായിട്ട് വന്ന ആളുകൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോയി. ആ സമയത്ത് കടയിലെ ഗോപാലൻ എന്ന് പറഞ്ഞ ആ വ്യക്തി അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കച്ചവടം നശിപ്പിക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരോടും അവിടെ നിന്ന് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ വീണ്ടും രണ്ടുപേരും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തി, അവരുടെ ആ നാലുകെട്ട് തറവാട്ടിലേക്ക്. എന്നാൽ അന്നത്തെ പകൽ മുഴുവൻ അവർക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കണ്ട ആ കുഞ്ഞിൻ്റെ കരച്ചിലും അവരുടെ ആ രൂപവുമായിരുന്നു. എന്നാൽ ആ വൃദ്ധൻ അന്ന് അവരുടെ അടുത്തേക്ക് വന്നതുമില്ല. എന്നാൽ രാത്രി അവർക്ക് രാത്രി ഭക്ഷണം നൽകാനായിട്ടെത്തിയ ആ വൃദ്ധനോട് അമൽ ചോദിച്ചു, ഞങ്ങളിവിടെ പണം കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്ന്. ആ സമയത്തും ആ വൃദ്ധൻ അവരോട് ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു മൂകമായിട്ടുള്ള, ഒരു വിഷാദമായിട്ടുള്ള, അല്ലെങ്കിൽ എവിടേക്കോ കുറച്ച് ദേഷ്യം ഒളിപ്പിച്ചു വെച്ച രീതിയിലുള്ള ഒരു മുഖഭാവം. എന്നാൽ അമലിന് ഇദ്ദേഹത്തിൻ്റെ ഈ സൈലൻ്റായി നിൽക്കുന്ന കാര്യം കൊണ്ടായിരുന്നു ദേഷ്യം വന്നിരുന്നത്. വൃദ്ധനായ മനുഷ്യനല്ലേ എന്ന് കരുതിയിട്ട് അമൽ അദ്ദേഹത്തോട് ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ അന്ന് രാത്രിയും അവർക്ക് രണ്ടുപേർക്കും കിടന്നിട്ട് ഉറക്കം വന്നില്ല. കാരണം അവർ രണ്ടുപേരും ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കേട്ടോ കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും ഉറങ്ങാതെ തന്നെ അന്ന് രാത്രിയും എന്തെങ്കിലും ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് കാത്തിരുന്നു. ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേൾക്കാത്തതിനെ തുടർന്ന് പ്രിയ ഉറങ്ങാനായിട്ട് പോയി. എന്നാൽ അമല് ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും അമലിന് വീണ്ടും മനസ്സിലേക്ക് ആ സ്വപ്നങ്ങൾ കടന്നു വന്നു. അവൻ ഏതൊരു കിണറിൽ ഇറങ്ങുന്നതും ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് കയറി പോകുന്നതും അവിടെ ഒരു സ്ത്രീ കയ്യിൽ ഒരു തൊട്ടിലുമായിട്ട് നിൽക്കുന്നതുമൊക്കെയായിരുന്നു അമലിന് മിസ്മാച്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വപ്നം. ആ സ്വപ്നം അമലിന്റെ മനസ്സിൽ ഒന്നുകൂടി വന്നതോടെ അമൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. എന്നാൽ ആ സമയത്ത് അമൽ ബെഡിലൊന്നും ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ചാരു കസേരയിൽ ഇരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറമെ നിന്നും അതിശക്തമായിട്ട് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത്. എന്നാൽ അമലിന് സത്യത്തിൽ പുറത്തേക്കിറങ്ങി ആ വാതിൽ തുറന്നു കൊടുക്കാൻ നല്ല ഭയം തന്നെ ഉണ്ടായിരുന്നു. കാരണം പരിചയമില്ലാത്ത സ്ഥലം, ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് ആരാണ് വരാനുള്ളത്? ആ വൃദ്ധനാണെങ്കിൽ പൊതുവെ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരാറില്ല. ഈ വീടിൻ്റെ താക്കോൽ കൂട്ടങ്ങളും മറ്റെല്ലാ വാതിലുകളും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് അമലിന് ഉൾബോധ മനസ്സിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. നിൽക്കാതെയുള്ള ആ തട്ടൽ കേട്ടിട്ട്
അമൽ ആ വാതിലിന് മുന്നിലേക്ക് എത്തിയിട്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരാണ് എന്ന്. ആ സമയത്ത് പുറമെ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഒന്ന് വാതിൽ തുറക്കാമോ എന്ന് ഒരു നിരാശയായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ആരോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അമല് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടത് കൊണ്ടായിരിക്കാം അന്നത് വാതിലൊന്ന് തുറന്നു കൊടുത്തു. ആ സമയത്ത് ഒരു സ്ത്രീ, കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ തൊട്ടരികിലായിട്ട് ഒരു മരത്തൊട്ടിലും ഉണ്ടായിരുന്നു. ഇതുകൂടി കണ്ടതോടെ അമലിന്റെ സ്വപ്നം മുന്നിൽ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി അമലിന് മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. എന്നാൽ ഒന്നുകൂടി കണ്ണു തിരുമ്പിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ അമ്മയും തൊട്ടിലും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതുകൂടി കാണുന്ന സമയത്ത് അമലിന് എന്തൊക്കെയോ നിരാശ തോന്നി. എന്നാൽ ഉള്ളിൽ അല്പം ഭയവും തോന്നി. പക്ഷേ അതിനപ്പുറത്തേക്ക് അമലിന് ദേഷ്യമാണ് വന്നത്. കാരണം ഒരു വല്ലാത്ത ദേഷ്യം. ഒരുപാട് കാലമായിട്ട് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് അമൽ ഒന്നും നോക്കാതെ തന്നെ ആ ബംഗ്ലാവിനടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ആ ബംഗ്ലാവിനടുത്തേക്ക് പോകുന്ന സമയത്ത് ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ അമൽ അങ്ങോട്ടേക്ക് നടക്കുന്നത് കണ്ടു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത്, അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര ശരിയല്ല എന്നുകൂടി ആ വൃദ്ധൻ പറഞ്ഞു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അമൽ ആ ബംഗ്ലാവിനടുത്തേക്ക് പോയി. അതിനകത്തേക്ക് അവൻ കയറി ചെല്ലാൻ അവന് വളരെ ഈസി ആയിരുന്നു. കാരണം അതിന്റെ വാതിൽ പോലും ആരും അടച്ചിട്ടുണ്ടായിരുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു വലിയ പടുകൂറ്റൻ വാതിൽ. അവിടെ ഉണ്ടായിരുന്ന മരത്തടികളൊക്കെ ചിതലെടുത്തിരിക്കുന്നു. അതിനകത്തെ ഫർണിച്ചർ അതുപോലെയുള്ള വസ്തുക്കളെല്ലാം തന്നെ തുരുമ്പെടുത്തിരിക്കുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് എത്തിയ സമയം മുതൽ അവനെ ആരോ പുറകിലൂടെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന ഒരു തോന്നൽ അവനുണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഒരു പ്രത്യക്ഷപ്പെടൽ തന്നെയായിരുന്നു. ഒരു വായുവിൽ നിന്നൊക്കെ അവൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ചാടി വീഴുന്നത് പോലെ ഒരു സ്ത്രീയുടെ രൂപം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ആ സ്ത്രീ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവൾ കരയുകയായിരുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരൂ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കരഞ്ഞുകൊണ്ട് അമലിന് നേരെ ആ സ്ത്രീ കരഞ്ഞ് കീണുകൊണ്ടിരുന്നു. ഇത് പറഞ്ഞതോട് കൂടിയിട്ട് അവന് മുന്നിൽ നിന്നും ആ സ്ത്രീ അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ ഈ കാഴ്ച അവനെ വല്ലാത്ത തരത്തിലുള്ള ഭീതിയിലാഴ്ത്തി. എന്നാൽ വീണ്ടും അവൻ അവിടെയൊക്കെ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് അവനൊരു ഡയറി ലഭിച്ചത്. അതിൻ്റെ പുറം ചട്ടയിൽ ജാനകിയുടെ ഡയറി എന്ന് മലയാളത്തിൽ എഴുതി വച്ചിരുന്നു. ഇത് കണ്ടതോടുകൂടി അവന് ഉള്ളിൽ അല്പം സംശയം തോന്നി. എങ്ങനെയാണ് മലയാളത്തിൽ ഒരു ഡയറി ഇവിടെ, അതും ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ എന്ന്? ആ ഡയറി അവൻ പതുക്കെ തുറന്നു നോക്കുന്ന സമയത്താണ് അതിൽ ഒരു പേജിൽ മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പേജിൽ എഴുതിയ വാക്യം ഇങ്ങനെയായിരുന്നു: ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഈ ഡയറി ലഭിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം എന്നത് മാത്രമായിരുന്നു അതിലെ ഒരു വാക്യം. ബാക്കിയുള്ള പേജുകളിലൊന്നും തന്നെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതുകൂടി കണ്ടതോടു കൂടിയിട്ട് അമലിന്റെ മനസ്സിൽ പരിഭ്രാന്തി ഏറിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് രാത്രി അമൽ തിരിച്ച് നാലുകെട്ടിലേക്ക് എത്തി. ആ സമയത്ത് ആ വൃദ്ധൻ അമലിന്റെ വരവും കാത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമൽ ആ വൃദ്ധനോട് ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾ ദയവ് ചെയ്ത് ആ ബംഗ്ലാവിന്റെ കഥ എന്നോട് പറയണം. കാരണം എനിക്ക് ആ ബംഗ്ലാവിനെ കുറിച്ച് അറിയേണ്ട ആവശ്യം ഏറെയാണ് എന്ന്. ആ സമയത്ത് ആ വൃദ്ധൻ ഒന്ന് പുറകിലേക്ക് നടന്നിട്ട് ആ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒരു ഫോട്ടോ ഫ്രെയിം പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അമലിനെ കാണിച്ചു. ഇതാണ് വർമ്മ സാറ്. ഇത് വർമ്മ സാറിന്റെ മകൾ ജാനകി. ഇതിനപ്പുറത്ത് നിൽക്കുന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള നിരഞ്ജൻ. വർമ്മ സാറുടെ മരണശേഷം നിരഞ്ജനും ഭാര്യ ജാനകിയുമായിരുന്നു ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും അന്നത്തെ ഈ വർമ്മ സാറ് പണം കൊടുത്ത് വാങ്ങിയതായിരുന്നു ആ ബംഗ്ലാവ്. ആ ബംഗ്ലാവ് ജാനകിക്കും തൻ്റെ ഭർത്താവ് നിരഞ്ജനും എഴുതി കൊടുക്കുകയായിരുന്നു. കുറെ കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഒരിക്കലാണ് പെട്ടെന്ന് ജാനകിയുടെ മൃതശരീരം അവിടെ ഉണ്ടായിരുന്ന 2ാം നിലയിലെ അറ്റത്തെ മുറിയിൽ നിന്നും ലഭിച്ചത്. ആ സമയത്ത് അവളുടെ അരികിൽ അവളുടെ കുഞ്ഞുണ്ടായിരുന്നില്ല, അതുപോലെ നിരഞ്ജനും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് കാലം അവിടെ കേസും കാര്യങ്ങളും ഒക്കെ നടന്നു. എങ്കിൽ പോലും ജാനകിയുടെ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ജാനകിയെ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് അടക്കം ചെയ്യുകയും ചെയ്തു.
പിന്നെ ഒരുപാട് അന്നത്തെ കാലത്തുള്ള അഡ്വർടൈസ്മെന്റ് ടൈപ്പിലുള്ള കാര്യങ്ങളിൽ നിരഞ്ജനെ പരസ്യപ്പെടുത്തി. കണ്ടുകിട്ടുന്നവർക്ക് അവിടെ വലിയ വലിയ തുകകൾ, ഭീമമായ സമ്മാനങ്ങളൊക്കെ പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചു. എങ്കിൽ പോലും നിരഞ്ജനെ കാണാനേ സാധിച്ചിരുന്നില്ല. കാരണം എല്ലാവരും പിന്നെ വിശ്വസിച്ചിരുന്നത് നിരഞ്ജൻ ആ കുഞ്ഞുമായിട്ട് കടന്നു കളഞ്ഞു എന്ന ഒരു വാർത്തയായിരുന്നു അവിടെ എല്ലായിടത്തും പിന്നീട് പരന്നത്. എന്നാൽ അതൊന്നും ആയിരുന്നില്ല എന്ന സത്യം മനസ്സിലാക്കാനായിട്ട് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. തൻ്റെ കുഞ്ഞിനെ തിരയുന്ന ജാനകിയുടെ ആത്മാവ് ആ ബംഗ്ലാവിലെ പല ഭാഗത്തും കണ്ടതായിട്ട് അന്നത്തെ നാട്ടുകാർ പറഞ്ഞു. എന്നാൽ പലരും ആ ബംഗ്ലാവിനകത്തേക്ക് ധൈര്യത്തോടെ പോയവർ പിന്നീട് തിരികെ വരാൻ അല്പം താമസിച്ചു. ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. ഒരു അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു രൂപത്തെ കണ്ട് ഭയന്നവരും ആ അമാനുഷികമായിട്ടുള്ള രൂപം ഉപദ്രവിച്ചവരും, ഒരുപാട് മരണങ്ങൾ. അങ്ങനെ പിന്നെ അതൊരു തുടർക്കഥയായതോട് കൂടിയിട്ട് നാട്ടുകാരും ആ ബംഗ്ലാവിലേക്ക് പോകാതെയായി. എന്നാലും രാത്രി സമയങ്ങളിൽ ആ ബംഗ്ലാവിൽ നിന്നും ഇന്നും കുഞ്ഞു കരയുന്ന ശബ്ദവും ജാനകിയുടെ നിലവിളിക്കുന്ന ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് ഒരു താരാട്ടുപാട്ടും കേൾക്കാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ശബ്ദമാണ് നിങ്ങളും കേട്ടത് എന്ന് അമലിനോട് ആ വൃദ്ധൻ പറഞ്ഞു. ഇത് കേട്ട് അമൽ വീട്ടിലേക്ക് എത്തിയ ശേഷം പ്രിയയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് പ്രിയ പറഞ്ഞു, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തായാലും കണ്ടെത്തണം എന്ന് പ്രിയ പറഞ്ഞു. എന്നാൽ അന്നത്തെ രാത്രി വിമൽ ഉറങ്ങുന്ന സമയത്താണ് വിമലിന്റെ ഉൾബോധ മനസ്സിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ കിണറിലേക്കൊന്ന് നോക്കണം, ആ കിണറിനുള്ളിൽ കാണുന്ന വസ്തു നിങ്ങൾ എടുക്കണം. എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു എന്നെനിക്കറിയാം, പക്ഷെ എൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്ത സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരണം, എങ്കിൽ മാത്രമേ എൻ്റെ ആത്മാവ് ഈ ബംഗ്ലാവിൽ നിന്ന് മോചിതയാവുകയുള്ളൂ എന്ന് അമലിൻ്റെ ഉൾബോധ മനസ്സിൽ ആരോ ചൊല്ലി പറയുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം അമൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ചിലരോട് ആ കിണർ കുഴിക്കാനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കുറച്ച് പണമൊക്കെ നൽകിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് ആയിട്ടുള്ള നാട്ടുകാരോട് തന്നെ സഹായിക്കാനായിട്ട് പറഞ്ഞു. പണം കിട്ടുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അമലിന്റെ സ്വപ്നമായിട്ടുണ്ടായിരുന്ന ആ കിണർ കുഴിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്തൊക്കെ അമൽ കണ്ട സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാക്ഷാത്കരിക്കുകയായിരുന്നു. എന്നാൽ കുഴിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവരുടെ കയ്യിൽ ഒരു മരപ്പെട്ടി ലഭിക്കുന്നത്. ആ മരപ്പെട്ടി തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു കൺസെന്റ് ഉണ്ടായിരുന്നു, ഒരു കുറ്റസമ്മതം. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിൻ്റെ ഒരുപാട് ഡ്രസ്സുകളും. ആ കൺസെന്റിൽ അല്ലെങ്കിൽ ആ കുറ്റസമ്മതത്തിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാര്യയെയും ഞാൻ കൊന്നു, അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിനെയും. എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം ഞാൻ ഈ കിണറ്റിനുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇനി എന്നെ തിരയരുത്. എന്നാൽ ജാനകിയെയും കുഞ്ഞിനെയും കൊല്ലാനുണ്ടായ കാരണം മാത്രം അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ എന്ന് പേര് എഴുതിയിട്ട് അതിനടിയിൽ എന്തോ മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു. ഈ ഒരു കാഴ്ച കൂടി കണ്ടതോടെ നിരഞ്ജന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഊർന്നൊഴുകാൻ തുടങ്ങും. ഈ കാഴ്ചകളൊക്കെ ദൂരെ നിന്ന് കാണുന്ന പ്രിയയുടെ മനസ്സും വല്ലാതെ വിതുമ്പി. കാരണം ഒരു ശാപം പിടിച്ച ആത്മാവായിട്ട് നടക്കുന്ന ജാനകി മനുഷ്യരെ ഉപദ്രവിക്കാനായിരുന്നില്ല, തൻ്റെ കുഞ്ഞിൻ്റെ മരണകാരണവും അതുപോലെ കുഞ്ഞിനെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് അറിയാതെയുള്ള ഒരു അമ്മയുടെ വിതുമ്പലുമായിരുന്നു അവിടെ എല്ലാവരെയും കാണിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ദൂരെ താമസിക്കുന്ന അമലിൻ്റെ ഉൾബോധ മനസ്സിലേക്കായിരുന്നു ജാനകിയുടെ ആത്മാവ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇതൊരു യാഥാർത്ഥ്യ കഥയൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവുമായിരിക്കാം. ഇതൊന്നും ഒരിക്കലും ആരും പുറം ലോകം കാണാതെ ഒതുങ്ങിപ്പോയ കഥകളുമായിരിക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചില സ്വപ്നങ്ങളും അതുപോലെ ചില കഥകളിൽ നിന്ന് എടുത്ത കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.